ബഹുമാനപ്പെട്ട സുലൈമാൻ മുസ്ലിയാർ അവറുകൾ, അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് വരാൻ വളരെ പ്രയാസമുണ്ടെന്നത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹവും മടിയൊന്നും കൂടാതെ പ്രസംഗിക്കാനൊന്നും എനിക്കറിയില്ലെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മോട് ബർക്കത്തിന് വേണ്ടി സംസാരിച്ചു. അദ്ദേഹവും തങ്ങളുമായി അദ്ദേഹം പറഞ്ഞ ബന്ധത്തിൻ്റെ പുറമെ മഹാനരായ നമ്മുടെ തങ്ങൾ അറിയപ്പെട്ടിരുന്നത് തലപ്പെരുമണ്ണത്തങ്ങളാണെന്നാണ് ഇവിടെ വെച്ച് എല്ലാവരും പറയുന്നത്. കൊടുവള്ളിത്തങ്ങൾ, ഏഴുമലത്തങ്ങൾ, അതേപോലെ തന്നെ നാദാപുരവുമായും മഹാനവറുകൾക്ക് അഭേദ്യമായ ഒരു ബന്ധം മഹാനവറുകൾക്കുണ്ട്. ആ മഹാനവറുകൾ അവസാന കാലം വരേക്കും പ്രിൻസിപ്പളായിരുന്ന ഒരു സ്ഥാപനമാണ് നാദാപുരത്തെ കീഴനൂരുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ജാമിഅ ഫലാഹിയ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹത് സ്ഥാപനം. ആ സ്ഥാപനത്തിൽ വെച്ചാണ് അവരുടെ മകൻ ഹാമിദ് തങ്ങൾ ബിരുദമെടുത്തു. ഹാമിദ് ബഹുമാനപ്പെട്ടവർ ഫലാഹി ബിരുദമുള്ള സയ്യിദും ആലിമുമായി. ആ സ്ഥാപനം ഇന്ന് നിലകൊള്ളുന്ന ആ ഒരു പ്രദേശത്ത്, ചാലപ്പുറം പ്രദേശത്തിൽ, അവിടെയുള്ള ഉദാരമതിയായ ഇബ്രാഹിം ഹാജി എന്നറിയപ്പെടുന്ന ഒരാൾ നൽകിയ 60ഓളം വരുന്ന സെന്റ്, അവിടെയാണ് ജാമിഅ ഫലാഹിയ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ മുഖ്യ കാരണക്കാരൻ ബഹുമാനപ്പെട്ട നമ്മുടെ സുലൈമാൻ മുസ്ലിയാർ അവറുകളാണ്. അദ്ദേഹം ഒരു കാലത്ത് ഇവിടെ ഖാദിയായിരുന്നു. നാദാപുരത്ത് കീഴനൂരുടെ ശിഷ്യത്വം സ്വീകരിച്ച ആളാണ്. ഊർജ്ജസ്വലനായ കാലത്ത് ഇബ്രാഹിം ഹാജി പറഞ്ഞതനുസരിച്ചുള്ള ആ സ്ഥലം ബഹുമാനപ്പെട്ട കീഴനൂരുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ആ മഹത്തായ സ്ഥലത്താണ് ജാമിഅ ഫലാഹിയ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ നിലക്ക് അവിടെ ഒരു സ്ഥാപനമുണ്ടാകാൻ കാരണക്കാരിൽ, ആ സ്ഥലത്ത് തന്നെ ആ സ്ഥാപനം വരാൻ കാരണക്കാരിൽ ഒരാളായ സുലൈമാൻ മുസ്ലിയാർ അവസാന കാലം വരേക്കും മഹാനരായ തങ്ങളുടെ നേതൃത്വം നൽകി പ്രിൻസിപ്പൽ സ്ഥാനം അലങ്കരിച്ച് മഹാനവറുകൾ ആത്മീയവും ഭൗതികവുമായ നേതൃത്വം നൽകി കൊണ്ടുപോയ സ്ഥാപനത്തിൻ്റെ ആ ഒരു കേന്ദ്രത്തിൽ, ആ ഒരു പോയിന്റിൽ സുലൈമാൻ മുസ്ലിയാരും തങ്ങളും സമ്മേളിക്കുകയാണ്. ഇതെല്ലാം ഈ മഹത്തായ സംഗമത്തിനുള്ള ഒരു പ്രത്യേകതയായി ആമുഖത്തിൽ പറഞ്ഞു.